സുഹൃത്തുക്കളായും ദമ്പതികളായും മാതാപിതാക്കളായും അഭ്യുദയകാംക്ഷികളായും 18 വർഷം ഒരുമിച്ച് കഴിഞ്ഞു. വളരാനും മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും ശ്രമിച്ച യാത്ര ഇന്ന് വഴികൾ വേർപിരിയുന്ന ഇടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഐശ്വര്യയും ഞാനും ദമ്പതികൾ എന്ന നിലയിൽ വേർപിരിയാനും വ്യക്തികളെന്ന നിലയിൽ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാനും തീരുമാനിച്ചു. ഈ തീരുമാനത്തെ ദയവായി ബഹുമാനിക്കൂ. ഇത് കൈകാര്യം ചെയ്യാൻ ആവശ്യം വേണ്ട സ്വകാര്യത നൽകണം. 2022 ധനുഷും ഐശ്വര്യയും ചേർന്ന് പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇരുവരും വേർപിരിയുന്നു എന്ന വാർത്ത പുറംലോകം അറിയുന്നത്. എന്നാൽ 3 തവണ ഇരുവരും ഹിയറിംഗിന് ഹാജരാകാതിരുന്നതിനാൽ ഇവർ രമ്യതയിലെത്തിയെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇരുവരും ഇക്കഴിഞ്ഞ നവംബർ 21 കോടതിയിൽ ഹാജരാകുകയും ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നും കോടതിയെ അറിയിച്ചതോടെയാണ് വിവാഹമോചനം കോടതി അംഗീകരിച്ചത്. 2004 രജനീകാന്തിന്റെ മകളായ ഐശ്വര്യയെ ധനുഷ് വിവാഹം കഴിക്കുന്നത്. സംവിധാനവും നിർമ്മാണവുമൊക്കെയായി ഐശ്വര്യയും സിനിമാ രംഗത്ത് സജീവമാണ്. ധനുഷിനെ നായകനാക്കി ഐശ്വര്യ സംവിധാനം ചെയ്ത ചിത്രമാണ് 3. ഐശ്വര്യയ്ക്കും ധനുഷിനും മികച്ച അഭിപ്രായം നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു 3. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.